ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് CSSലെ ഏറ്റവും പ്രധാനപ്പെട്ടതും വളരെ ഉപകാരപ്രദവുമായിട്ടുള്ള ഒരു CSS കോഡിനെ കുറിച്ചാണ്. HTML ഡിസ്പ്ലേ. നമുക്ക് ഒരു വെബ് ഡിസൈനിങ് ചെയ്യുമ്പോൾ നമുക്ക് പല ടാഗുകളും നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിലേക്കും ഓർഡറിലും അതേപോലെ തന്നെ നമുക്ക് വേണ്ട ഭാഗങ്ങളിലേക്കും ഒരേ രൂപത്തിൽ നമുക്ക് കൊണ്ടുപോകാനും അതേപോലെ നമുക്കത് പല രൂപത്തിലേക്കായി മാറ്റി ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടാഗാണ് CSS ഡിസ്പ്ലേ. നമുക്ക് ഒട്ടനവധി സ്ഥലങ്ങളിൽ വെബ് ഡിസൈനിങ് വളരെ പ്രധാനമായിട്ടും അല്ലെങ്കിൽ കൂടുതൽ കോഡൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് നിർബന്ധമായിട്ടും പല സാഹചര്യങ്ങളിലും ഈ CSS കോഡ് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ എങ്ങനെ നമുക്ക് വെബ് പേജിൽ CSS ഡിസ്പ്ലേ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഇതുവരെ ചെയ്തു വെച്ച അതേ പേജ് തന്നെ ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഇതിലേക്ക് നമ്മൾ ഒരു 3 H1 എന്ന ടാഗ് ഉപയോഗിക്കുന്നുണ്ട്. ഒന്നാമത്തെ H1 ആൾറെഡി കൊടുത്തുകൊണ്ട് ഞാൻ H2 എന്ന് കൊടുക്കുന്നുണ്ട്. ഒന്നാമത്തെ H2ന് നമ്മൾ ഏതാണ് കൊടുക്കുന്നത് 1 എന്നും, രണ്ടാമത്തെ H2ന് നമ്മൾ 2 എന്നും, അതേപോലെ തന്നെ മൂന്നാമത്തെ H2ന് നമ്മൾ 3 എന്നും ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയും നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും നമുക്ക് ധാരാളം ചേർത്ത് കൊടുക്കാൻ ഞാനൊരു 4 എന്ന രൂപത്തിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നു. H4 എന്നും ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് ഈ പേജ് ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഇത് വരിക, അതായത് 1 2 3 4 അത് നമ്മൾ H2ലാണ് കൊടുത്തത് കൊണ്ട് അത് 1 by 1 ആയിട്ടാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്തു വരുന്നത്. ഇത് നമുക്ക് ചില സാഹചര്യങ്ങളിൽ ഈ കൊടുത്ത എല്ലാ കോഡുകളും നമുക്ക് ചിലപ്പോൾ ഒറ്റ ലൈൻസിലായിട്ട് വരേണ്ടി വരും. എക്സാമ്പിൾ, നമ്മുടെ വെബ്സൈറ്റിലൊക്കെ മെനു ഒക്കെ നമ്മൾ ചേർത്ത് കൊടുക്കണമെങ്കിൽ അത് ഏറ്റവും മുകളിൽ ഒറ്റ ലൈൻസിലായിട്ടായിരിക്കും വരിക. ഇത്തരം സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഡിസ്പ്ലേ ഇൻലൈൻ എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഡിസ്പ്ലേ ഇൻലൈൻ മെത്തേഡ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ കൊടുത്ത CSS കോഡ് എന്ന് നമ്മുടെ ടാഗ് എന്ന് പറയുന്നത് H2 ആണ്. H2 ഇവിടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ വന്ന് നമ്മൾ ഡിസ്പ്ലേ എന്ന് ഇട്ട് കൊടുക്കുക. ഡിസ്പ്ലേ ഇട്ടതിന് ശേഷം നമ്മൾ ഇൻലൈൻ എന്ന് ചേർത്ത് കൊടുത്താൽ ഇങ്ങനെ സെപ്പറേറ്റ് ലൈനിൽ നിൽക്കുന്നതെല്ലാം നമുക്ക് എങ്ങനെയാണ് ഒറ്റ ലൈൻസിലായിട്ട് വന്നിട്ടുണ്ടാവും. ഇങ്ങനെ സെപ്പറേറ്റ് ലൈനിൽ നിൽക്കുന്നത് നമുക്ക് ഒറ്റ ലൈനിലേക്കാക്കി മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഡിസ്പ്ലേയിൽ ഇൻലൈന് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഡിസ്പ്ലേ ഇൻലൈൻ. ഇനി രണ്ടാമതായി നമ്മൾ പറയാൻ പോകുന്നതാണ് ഇൻലൈന് ബ്ലോക്ക്. ഓക്കെ, ഇൻലൈന് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ അതേ മെത്തേഡ് തന്നെയാണ് വരുന്നത്. ഒറ്റ ലൈനിലുള്ളത് നമുക്ക് ഒന്നിലധികം ലൈൻസിലേക്കാക്കി മാറ്റാൻ വേണ്ടിയാണ് ഒന്നിലധികം ലൈൻസിലുള്ളത് നമുക്ക് ഒറ്റ ലൈനിലേക്കാക്കി മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഡിസ്പ്ലേ ഇൻലൈന് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ഇതേ മെത്തേഡ് തന്നെയാണ് ഇൻലൈന് ബ്ലോക്കിനും വരുന്നത്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കതിൽ ഹൈറ്റ് അതേപോലെ തന്നെ വിഡ്ത്ത് നമുക്ക് പ്രത്യേകം ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഈ എക്സാമ്പിൾ തന്നെ ഞാനിവിടെ ഹൈറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഹൈറ്റ് ഒരു 100 പിക്സൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിഡ്ത്ത് അതേപോലെ തന്നെ വിടുത്തും നമ്മൾ അതേപോലെ തന്നെ ഒരു 100 പിക്സൽ വിടുത്തും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന് നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് കളറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കളർ എന്താണോ വേണ്ടത് അതും നമ്മൾ ചേർത്ത് കൊടുത്തു. ഇതിപ്പോൾ റൺ ചെയ്യിക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഹൈറ്റും അതേപോലെ തന്നെ വിടുത്തും കൊടുത്തത് നമ്മൾ ഈ രൂപത്തിൽ ചേർത്ത് കൊടുത്തുകൊണ്ട് അതിൽ പ്രത്യേകം നമുക്ക് എഫക്റ്റ് ചെയ്യുന്നില്ല. അതായത് നമ്മൾ എത്രയാണോ ഹൈറ്റ് കൊടുത്തത് അതേപോലെ എത്രയാണോ വിടുത്ത് കൊടുത്തത് അതൊന്നും കറക്റ്റായിട്ട് ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നില്ല. അപ്പോൾ നമ്മൾ കൊടുത്ത ഹൈറ്റും അതേപോലെ തന്നെ വിടുത്തും നമ്മൾ കൊടുത്ത അതേ രൂപത്തിൽ തന്നെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻലൈന് ബ്ലോക്ക് എന്ന മെത്തേഡ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എത്രയാണോ ഇതിന് ഹൈറ്റും അതേപോലെ തന്നെ വിഡ്ത്തും കൊടുത്തത് അതേ രൂപത്തിൽ തന്നെ ഇതിലെ അപ്ലൈ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിതിൽ പ്രത്യേകം ഹൈറ്റും അതേപോലെ തന്നെ വിഡ്ത്തും അങ്ങനെയുള്ള പ്രോപ്പർട്ടീസുകളൊക്കെ ചേർത്ത് നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഡിസ്പ്ലേ ഇൻലൈന് ബ്ലോക്ക് ഉപയോഗിക്കുന്നത്. നേരത്തെ ഇൻലൈനിന് ഏതാണ്ട് അതേ രൂപത്തിൽ തന്നെയാണ് വരുന്നത്, പക്ഷേ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രത്യേകം ഹൈറ്റും വിഡ്ത്തും നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഇൻലൈന് അതേപോലെ തന്നെ ഇൻലൈന് ബ്ലോക്ക്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നതാണ് ഡിസ്പ്ലേ ബ്ലോക്ക്. ഡിസ്പ്ലേ ബ്ലോക്ക് എന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്, ഒന്നിലധികം ലൈനിൽ വരുന്നത് നമുക്ക് ഒറ്റ ലൈനിലേക്കാക്കി മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഇൻലൈന് അല്ലെങ്കിൽ ഇൻലൈൻ ബ്ലോക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ H1 എന്ന് കൊടുത്തത് നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് റിമൂവ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ ചേർത്ത് കൊടുത്തത് നമ്മളിവിടെ വന്ന് ജസ്റ്റ് റിമൂവ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മളിവിടെ വന്ന് ബോൾഡിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ കൊടുത്ത കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. 1 അതേപോലെ തന്നെ അടുത്തതിൻ്റെ ഉള്ളിൽ B എന്ന് എഴുതിയതിന് ശേഷം നമ്മളിവിടെ വന്ന് 2
അടുത്തത് നമ്മളിവിടെ വന്ന് ബി എന്ന് ചേർത്തതിന് ശേഷം നമുക്കിവിടെ വന്ന് 3, അതേപോലെ തന്നെ അടുത്ത് ഇവിടെ വന്ന് ബി എന്ന് ചേർത്തതിന് ശേഷം നമുക്കിവിടെ വന്ന് 4. അങ്ങനെ എത്രണ്ണാണോ വേണ്ടത് അതെല്ലാം നമ്മളിവിടെ വന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത് റണ്ണ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ്, നേരത്തെ ഓരോന്നോരോ ലൈനിലാണ് വരുന്നതെങ്കിൽ ഇത് എല്ലാം ഒറ്റ ലൈനിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ ഇത് ഒന്നിലധികം ലൈൻസിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് അതല്ലെങ്കിൽ മറ്റു ന്യൂ ലൈന് വരാനുള്ള ഏതെങ്കിലും ടാഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് പുതിയ പുതിയ ലൈനിലേക്കായിട്ട് വരുന്നത്. എന്നാൽ 100 കണക്കിനോ അല്ലെങ്കിൽ 1000 കണക്കിനോ ലൈൻസുകൾ വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓരോന്നോരോ ലൈനിലേക്കാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഈ സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഡിസ്പ്ലേ ബ്ലോക്ക് എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ചേർത്ത് കൊടുത്തത് ബോൾഡ് അല്ലെങ്കിൽ ബി എന്ന ടാഗിനാണ് നമ്മളിവിടെ ഡിസ്പ്ലേ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ഇവിടെ വന്ന് ബി എന്ന ടാഗ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഡിസ്പ്ലേ, അതിനുശേഷം ഡിസ്പ്ലേൻ്റെ സ്ഥാനത്ത് നമ്മളിവിടെ വന്ന് ബ്ലോക്ക് എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നോക്കി ഇവിടെ വന്ന് എല്ലാം ഒറ്റ ലൈനിലായിട്ട് വരുന്ന ഈ ഡിസൈൻ മൊത്തം നമുക്ക് എങ്ങനെയായിട്ടുണ്ടാവും, സെപ്പറേറ്റ് ലൈനിലായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്പ്ലേയിൽ 3 ടൂളുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്നാമത്തെ ഡിസ്പ്ലേ ഇൻലൈൻ, രണ്ടാമത്തെ ഡിസ്പ്ലേ ഇൻലൈൻ ബ്ലോക്ക്, മൂന്നാമത്തെ ഡിസ്പ്ലേ ബ്ലോക്ക്. ഇൻലൈൻ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകം ഹൈറ്റും വിഡ്ത്തും ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം ഒറ്റ ലൈൻസിലായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇൻലൈൻ ബ്ലോക്ക് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റ ലൈനിൽ വരുന്നത് നമുക്ക് സെപ്പറേറ്റ് ലൈനിലേക്കാക്കി മാറ്റാൻ വേണ്ടിയാണ് ഡിസ്പ്ലേ ബ്ലോക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.